പല ഓണത്തിന് പല പെൺകുട്ടികളും അനുഭവിക്കുന്ന വേദനയാണ് മോളെ നാളെ എപ്പോഴാ വരിക? ഉച്ച കഴിഞ്ഞിട്ട് വരാച്ചാ. ഏട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് പോണ്ടേ. പലരും പല സമയത്തല്ല വരുന്ന അച്ഛാ. 2 മണിയൊക്കെ കയ്യാവും. നാളെ നീയും മോനും വന്നിട്ടേ ഒരുമിച്ച് ഓണം ഉണ്ണാന്ന് പറഞ്ഞിരിക്കാണ് ഇപ്പൊ അച്ഛമ്മേ. നാളെ എന്തായാലും ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടല്ലേ വരുള്ളൂ. നിങ്ങൾ കഴിച്ചോണ്ടു. എന്തായാലും വരി, കഴിയണത് നേരത്തെ ഇറങ്ങാൻ നോക്കിട്ടോ. ശരി അച്ഛാ. അതാ അച്ഛനാ. നാളെ എപ്പോഴാ വരിക അറിയാൻ വേണ്ടി വിളിച്ചതാ. നാളെ നമുക്ക് നേരത്തെ പോകണ്ടമ്മ. അച്ഛമ്മനെ കാണാൻ പൂതിയാവുന്നു. പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ വീഡിയോ. മോളെ എന്തായി, നിങ്ങൾ ഇറങ്ങിയോ? ഇല്ല അച്ഛാ, അച്ഛൻ ഇനി ആൾക്കാര് വരാണ്ടെന്ന് തോന്നുന്നു. ശരി എന്നാ. ആ ആ മോളുടെ വരവിനായിട്ട് നോക്കിയിരിക്കും അച്ഛൻ, ഭക്ഷണം പോലും കഴിക്കാതെ. ഇവിടെ വൈഫിനൊരു പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ഒരുത്തൻ, ഒരു കെട്ടിയവനും വീട്ടുകാരും. ഏട്ടാ, ഇനി ആൾക്കാർ വരാനുണ്ടോ? അതൊന്നും പറയാൻ പറ്റൂല. അല്ല, അനക്ക് എന്താ അർജന്റ്? അച്ഛനമ്മ എവിടെ? നമ്മൾ ഇതിലാണ് കാത്തിരിക്കുക. എന്ത് തേക്ക്? ഇവിടെ വരുന്നവരൊക്കെ വന്നിട്ട് ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉണ്ടെങ്കിൽ പോവാ. അല്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഇന്നെ കെട്ടിയെടുക്കാൻ നിർബന്ധം? നാളെ ആയാലും പോവാലോ. അതേട്ടാ, അവരൊക്കെ ഒരു ഏട്ടനും ഇല്ല, പറഞ്ഞാണ് കേട്ടാ മതി. അടുക്കളയിൽ ചെന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടോക്കെ? ആ കുറവുണ്ടേ എന്റെ നാണക്കേട് എനിക്കാണ്. എന്നല്ലേ? മോളുടെ വരവിനായിട്ട് വഴിയിൽ നോക്കിയിരിക്കുകയാണ് പാവം. എന്താ മോളെ? നിങ്ങൾ കഴിച്ചോളൂ അച്ഛാ, എന്നെ കാത്തിരിക്കണ്ട. മോളെ അച്ഛനൊന്നും പറയല്ലേ. അമ്മേനോട് അച്ഛമ്മേനോടും പറയും തിരക്കളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയം ഉണ്ടാകുമ്പോ വരാന്ന്. പലരുടെയും ജീവിതത്തിൽ പച്ച യാഥാർത്ഥ്യമാണ്. സാമ്പാർ കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതാ വരണേട്ടാ. കുഞ്ഞാക്ക പേര് നമുക്ക് ചോറ് നിട്ട് പോരാ. എവിടെ പോണപ്പോ ചോറുന്നാ? പെരിക്കേ ഓണക്കല്ലേ, പള്ള നിറഞ്ഞിക്കണല്ലോ. നിങ്ങള് പോന്നാണി ഓണക്കല്ലേ, പോരട്ടോ. ഇന്ന് വലിയൊരു കല്യാണി. നിങ്ങളത് മുണ്ടാന്നാണ്. ഇന്നല്ല ഇപ്പൊ കല്യാണം. ചോറുന്നാലും തിന്നാ. എല്ലാരും വന്ന് പോയില്ലേ? നിങ്ങൾ എങ്ങോട്ടാ പോണു? നമുക്ക് പോയാലോ? ഞാനൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ചെറുക്കന്മാരോടെ കാത്തിരിക്കാണ്. ടിക്കറ്റാ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നാളെ പോവാം.